ഐഡിയാസ് നമസ്കാരം. എല്ലാവർക്കും സുഖാണല്ലേ? അപ്പൊ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഒരു ചാപ്റ്റർ നമ്മൾ കംപ്ലീറ്റ് ചെയ്തു അല്ലേ? വി കംപ്ലീറ്റഡ് എ ചാപ്റ്റർ ദാറ്റ്സ് ടെൽ അബൌട്ട് വേദിക് പീരിയഡ്. വേദിക് പീരിയഡ് അല്ലെങ്കിൽ ആര്യൻസിന്റെ പീരിയഡിനെ കുറിച്ചിട്ട് പറയുന്ന ഒരു ചാപ്റ്റർ നമ്മൾ കംപ്ലീറ്റ് ചെയ്തു, നമ്മൾ ഫിനിഷ് ചെയ്തു. അതിൽ നമ്മൾ എന്താ പറഞ്ഞത്? ആര്യൻസ് നോർത്ത് വെസ്റ്റ് പാർട്ട് ഇന്ത്യയിലേക്ക് വരികയും അങ്ങനെ ഇന്ത്യയുടെ ഈ നോർത്ത് വെസ്റ്റ് പാർട്ടിലെ ആര്യൻസ് കുടിയേറുകയും അതുപോലെ തന്നെ they move to Ganga plain. ഗംഗാ സമതലത്തിലേക്ക് അവർ മൂവ് ചെയ്യുകയും മൈഗ്രേറ്റ് ചെയ്യുകയും കുടിയേറി പാർക്കുകയുമാണ് ചെയ്തത്. ആര്യൻസ്. അങ്ങനെ ആര്യൻസ് ഇന്ത്യയിലേക്ക് വന്നിട്ട് ആര്യൻസ് ഗംഗാ സമതലത്തിൽ അവർ കൃഷിയൊക്കെ ചെയ്തിട്ട് അഗ്രികൾച്ചർ ഒക്കെ ചെയ്തിട്ട് അവരവിടെ സെറ്റിൽഡ്. ആര്യൻസ് they settled nearby Gangatic plain during 6th century BCE. ഏകദേശം 6th century BCE 6ാം നൂറ്റാണ്ട് മുതൽ ആര്യൻസ് ഗംഗാ സമുദ്രത്തിൽ സ്ഥിരതാമസം തുടങ്ങിയിട്ടുണ്ട്. ഇങ്ങനെ ഇരിക്കെ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ആര്യൻസിന്റെ ഫസ്റ്റില് they were cattle rearers. അല്ലെങ്കിൽ their main occupation was cattle rearing. കന്നുകാലി വളർത്തലായിരുന്നു അവരുടെ മുഖ്യമായിട്ടുള്ള തൊഴിൽ, ജോലി, ഒക്കുപേഷൻ എന്ന് പറഞ്ഞിട്ടുള്ളത് ആര്യൻസിന്റെ ആദ്യകാലത്ത്. പിന്നീട് അവര് കൃഷിയിലേക്ക് മാറുകയും ഗംഗാ സമതലത്തിലേക്ക് ഗംഗാ നദിയുടെ തീരത്തേക്ക് വരികയും ചെയ്തത് അല്ലേ? അതൊക്കെ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തതാണ്. ഇങ്ങനെ ഗംഗാ സമതലത്തിലേക്ക് വന്നപ്പോൾ അവരുടെ കൃഷി പുരോഗമിക്കുകയും അങ്ങനെ അവർ കൂട്ടമായി താമസിക്കുകയും ചെയ്തു. ആദ്യകാലത്ത് ഇവര് കൂട്ടമായി താമസിച്ചതിനെ നമ്മള് ട്രൈബ്സ്, ഗോത്രങ്ങൾ എന്ന് പറഞ്ഞു. എന്നാൽ പിന്നീടോ ഗംഗാ സമുദ്രത്തിലേക്ക് മാറിയപ്പോഴോ ഗംഗാ സമുദ്രത്തിലേക്ക് മാറിയപ്പോ നമ്മള് അതിനെ ജനപദങ്ങൾ എന്ന് പറയും. അങ്ങനെ ആര്യൻസ് ഓരോ ജനപദങ്ങളായിട്ട് ഓരോ കൂട്ടങ്ങളായിട്ട് താമസിക്കാൻ തുടങ്ങി. മനസ്സിലാവുന്നുണ്ടോ? എവിടുന്നാണ് നമ്മള് അടുത്തൊരു ചാപ്റ്ററിലേക്ക് വരുന്നത്? നെക്സ്റ്റ് ചാപ്റ്റർ ഈസ് നോൺ വയലൻസ്, വിസ്ഡം, പവർ. നമ്മള് ആര്യൻസ് ഗംഗാ സമതലത്തിലേക്ക് വന്നതൊക്കെ നമ്മൾ ഇതുവരെ പറഞ്ഞു കഴിഞ്ഞു എന്നതാണ് ഇപ്പൊ അവിടെ പറഞ്ഞിട്ടുള്ളത്. ഇനി നോക്കൂ. As a result of Aryan expansion to the Gangetic plains by the 6th century BC, several agricultural lands and settlements were formed in the region. These settlements with a newly developed trading center and town were known as Janapadas. അത് നമ്മൾ പറഞ്ഞു. ഇങ്ങനെ ഈ ആര്യൻസ് ഗംഗയുടെ തീരത്ത് കൂട്ടമായി താമസിക്കുകയും അവിടെ അവരെന്തുണ്ടാക്കി? അവിടെ അവർക്ക് കൃഷിയുണ്ട്, അതുപോലെ തന്നെ അവിടെ എല്ലാ സംഭവങ്ങളും ഉണ്ട്. കച്ചവടമുണ്ട്, അഗ്രികൾച്ചർ, കൃഷിയുണ്ട്, അതുപോലെ തന്നെ മറ്റു ഹോസ്പിറ്റൽ സൗകര്യം, മറ്റ് ട്രാൻസ്പോർട്ടേഷൻ ഫെസിലിറ്റീസ് എന്ന് പറഞ്ഞാ ഗതാഗത സൗകര്യങ്ങള് ഇതെല്ലാം ഉള്ളതാക്കിയിട്ട് അവർ മാറ്റി ഓരോ സ്ഥലങ്ങളിലായിട്ട് അവർ കൂട്ടമായി താമസിച്ചു. This settled group of people are called ജനപദാസ്. ഇവരെയാണ് നമ്മൾ ജനപദാസ് എന്ന് വിളിക്കുന്നത്. അങ്ങനെ കുറേ ജനപദങ്ങൾ ഉണ്ടായി, കുറേ സ്ഥലങ്ങൾ ഉണ്ടായി, കുറേ ഗോത്രങ്ങൾ ഉണ്ടായി എന്നൊക്കെ നമ്മൾ പറയൂലേ? അതുപോലെ കുറേ ജനപദാസ് 6th century BCE-ലാണ് ഇതൊക്കെ. 6ാം സെഞ്ചുറിയിലാണ്, 6ാം നൂറ്റാണ്ടിലാണ് ഇതൊക്കെ നടക്കുന്നത്, ജനപദങ്ങളുടെ വളർച്ച.
The development of Janapadas. Aryans. Several such Janapadas extended up to Godavari basin. 16 Janapadas gained prominence among them and came to be known as Mahajanapadas. Magadha was the most powerful among the Mahajanapadas. അപ്പൊ എന്താണ് പറയുന്നത്? ഏകദേശം 16 ജനപദങ്ങൾ, 16 ജനപദാസ് അത് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നു. 16 ജനപദാസ് മിസ്സിംഗ്. അങ്ങനെ ഇവിടെ പ്രോമിനന്റ് ആയിട്ടില്ല. പ്രോമിനന്റ് പറഞ്ഞാൽ എന്താണ്? നേരത്തെ നമ്മൾ പറഞ്ഞു കാറ്റഗറി ആണെങ്കില് കന്നുകാലിയിൽ ഏറ്റവും കൂടുതൽ സമ്പത്തുള്ളവനാണ് അവിടുത്തെ ഏറ്റവും വലിയ സമ്പന്നൻ എന്ന് നമ്മൾ പറഞ്ഞിരുന്നു ആര്യൻസിന്റെ കൂട്ടത്തില്. ഇവിടെയും ആര്യൻസ് തന്നെയാണ്. ഈ ആര്യൻസിന്റെ ഒക്കുപ്പേഷൻ, ജോലി എന്ന് പറഞ്ഞത് എന്താണ്? കൃഷിയാണ്. യന്ത്ര സൗകര്യങ്ങൾ ഉള്ളതും കച്ചവടമുള്ളതും ട്രേഡ് ഒക്കെ ഉള്ള മേഖല ആ ജനപദമായിരിക്കും ഏറ്റവും വലിയ ജനപദം. നമുക്ക് ചിന്തിച്ചു നോക്കിക്കൂടെ? ഒരു സ്ഥലത്ത് എന്തെല്ലാം ഡെവലപ്മെന്റ് ഉണ്ടോ, എന്തെല്ലാം വികസനം ഉണ്ടോ, അതല്ലേ ഏറ്റവും വലിയ വികസനമുള്ള സ്ഥലം എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ഏറ്റവും കൂടുതൽ കൃഷി ഉള്ളത്, ഏറ്റവും കൂടുതലുള്ള അയൺ ആയിട്ടുള്ള ടൂൾസുകൾ ഉള്ളത്, ഏറ്റവും കൂടുതൽ ട്രേഡ് ഉള്ളത്, ഏറ്റവും കൂടുതൽ അഗ്രികൾച്ചർ ഉള്ളത്, ഇതൊക്കെയുള്ള ആ സ്ഥലമായി ജനപദമായിരിക്കും എന്ത് എന്ന് പറയുന്നത്? ഏറ്റവും വലിയ ജനപദം എന്ന് പറയുന്നത്. അങ്ങനെ ഇവര് ഏറ്റവും വലിയ ജനപദമാവാൻ വേണ്ടിയിട്ട് ഇവർ തമ്മിൽ ചിലപ്പോൾ പോരാടും. they fought against each other. അവർ പരസ്പരം ജനപദങ്ങളും തമ്മിൽ പരസ്പരം പോരാടും. fought against each other and gained wealth, gained agricultural product, gained iron tools, gained trade wealth. എല്ലാ സമ്പത്തുകളും പിടിച്ചടക്കാൻ അങ്ങനെയൊക്കെ ഉണ്ടാവലുണ്ട് കേട്ടാ. അങ്ങനെ പ്രോമിനന്റ് ജനപദാസ് ആർ കാൾഡ് മഹാജനപദ. ഇങ്ങനെ മുന്നിലായിട്ടുള്ള വികസിച്ചിട്ടുള്ള ജനപദങ്ങളെ നമ്മൾ എന്തെന്ന് വിളിക്കും? മഹാജനപദാസ് എന്ന് വിളിക്കും. മഹാജനപദാസ്. The prominent Janapadas during 6th century BCE is called Mahajanapada. Mahajanapadas. എന്താ പറയാ? മഹാജനപദാസ്. ഇങ്ങനെ 16 മഹാജനപദങ്ങൾ ഉണ്ടായിരുന്നു. അതിലെ the most prominent Janapada among these 16 Janapadas is അല്ലെങ്കിൽ was മഗധ. അവിടെയാണ് നമ്മുടെ ടേണിംഗ് പോയിന്റ്. മഗധനെ കുറിച്ചിട്ടാണ് നമ്മൾ പറയുന്നത്. മഗധ വാസ് വൺ among the prominent Janapada, that is മഹാജനപദ. മഗധ എന്ന് പറയുന്ന ജനപദം, മഗധ എന്ന് പറയുന്ന ഒരു ജനപദമാണ്. ആര്യൻസ് ഒക്കെ സെറ്റിൽ ചെയ്തിട്ട് ജീവിച്ചിരുന്ന ഒരു സ്ഥലമാണ്. സ്ഥലം മീൻസ് ഒരു ഗ്രൂപ്പ് ഓഫ് ആര്യൻസ് ആണ് എന്തെന്ന് പറയുന്നത്? മഗധ. മഗധയിൽ ഏറ്റവും കൂടുതൽ അഗ്രികൾച്ചർ ഉണ്ടായിട്ടുണ്ട്, ഏറ്റവും കൂടുതൽ ട്രേഡ് ഉണ്ടായിട്ടുണ്ട്, ഏറ്റവും കൂടുതൽ അയൺ ഉപകരണങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അങ്ങനെ ഏതൊരു ഭാഗം എടുത്ത് നോക്കിയാലും മഗധ വാസ് പ്രോമിനന്റ് among all ജനപദാസ്. എല്ലാ ജനപദങ്ങളും നോക്കുകയാണെന്നുണ്ടെങ്കിലും മഗധക്കാണ് കൂടുതൽ സ്ഥാനമുള്ളത്. മഗധ. സോ മഗധ വാസ് prominent, that is Magadha was മഹാജനപദ. മനസ്സിലാവുന്നുണ്ടോ സംഭവം എന്താണുള്ളത്? Magadha had large deposit of iron ore. The use of iron weapon and implements were instrumental in the growth of Magadha. Iron axe was effective in clearing the dense forest of the Gangetic Plain. They were able to till hard soil using iron plowshare. എന്താ പറയുന്നത്? മഗധ എന്ന് പറയുന്ന ജനപദത്തില് ലാർജ് ക്വാണ്ടിറ്റി ഓഫ് അയൺ ഓർ, ഇരുമ്പ് കണ്ടെത്തുന്ന സ്ഥലങ്ങൾ ഉണ്ടായിരുന്നു. ഇരുമ്പിന്റെ സാന്നിധ്യമുള്ള സ്ഥലങ്ങൾ ഉണ്ടായിരുന്നു. എവിടെ? മഗധയിൽ. മഗധ എന്ന് പറഞ്ഞ ജനപദയിൽ
ഈ ഇരുമ്പിന്റെ സാന്നിധ്യമാണ് മഗധനെ ഇത്ര റിച്ച് ആക്കാനുള്ള കാരണം, ഇത്ര മഹാജനപദ ആക്കാനുള്ള കാരണം. ആരെ? മഗധന്. ഇങ്ങനെ അയൺ കൂടുതൽ ഉണ്ടായപ്പോൾ, അയൺ മീൻസ് ഇരുമ്പ് കൂടുതൽ ഉണ്ടായപ്പോ അവര് അയൺ എഗ്സുകൾ, അയൺ പ്ലവ്ഷെയേഴ്സ്, അയൺ എഗ്സ് എന്ന് പറഞ്ഞാൽ അയണിന്റെ മഴു, പ്ലവ്ഷെയർ പറഞ്ഞാൽ കലപ്പ, ഇങ്ങനെ കലപ്പകളും മഴുകളും ഒക്കെ ഉണ്ടാക്കിയവർ അവര് ഫോറസ്റ്റ് ഒക്കെ കട്ട് ചെയ്യാൻ തുടങ്ങി. അങ്ങനെ അവിടെ ഒക്കെ കൃഷിയാക്കാൻ തുടങ്ങി. കൃഷി ഉണ്ടായാൽ സമ്പത്ത് കൂടൂലേ? സോ മഗധ വാസ് പ്രോമിനന്റ്. അങ്ങനെ സമ്പത്ത് കൂടുന്തോറും ഇവര് മറ്റുള്ള ജനപദത്തിനെ ആക്രമിച്ചിട്ട് ആ ജനപദത്തിനൊക്കെ തങ്ങളുടെ കൂടെ കൂട്ടാൻ തുടങ്ങി. വേറെ കുറെ ജനപദങ്ങളില്ലേ അടുത്തടുത്തൊക്കെ. ആ ജനപദാസ് they fought other ജനപദാസ് and captured them to മഗധ. അങ്ങനെ മഗധന്റെ കൂടെ കൂട്ടിയിട്ട് മഗധ വലിയൊരു കിങ്ഡം, മഗധ came to be known as a kingdom, വലിയൊരു കിങ്ഡമായി മാറി. അപ്പൊ നമ്മളോട് ചോദിക്കുകയാണ്, what are the factors that helped Magadha to grow as powerful kingdom? മഗധനെ ഏറ്റവും വലിയൊരു മഹാജനപദ അല്ലെങ്കിൽ കിങ്ഡമായിട്ട്, രാജ്യമായിട്ട് അംഗീകരിക്കാനുള്ള അല്ലെങ്കിൽ അങ്ങനെ ആവാനുള്ള കാരണം, വാട്ട് വാസ് ദ ഫാക്ടേഴ്സ്, എന്തൊക്കെയാണ് കാരണം മഗധ അത്രയും വലിയ ഉയരാനുള്ള കാരണം എന്ന് ചോദിച്ചാൽ നമ്മൾ എന്തൊക്കെ പറയാ? ഒന്നാമത് നമുക്ക് ലാർജ് ഡെപ്പോസിറ്റ് ഓഫ് അയൺ ഓർ, അവിടെ കൂടുതലായിട്ട് ഇരുമ്പുണ്ട് എന്ന് പറയാൻ പറ്റും. രണ്ടാമതോ the climate was okay to agriculture, അഗ്രികൾച്ചറിന് കൃഷിക്ക് അനുയോജ്യമായിട്ടുള്ള ക്ലൈമറ്റ്, കാലാവസ്ഥയായിരുന്നു എന്ന് നമുക്ക് പറയാൻ പറ്റും. മൂന്നാമതോ several tools, they make several iron tools to clear forest for agricultural purpose. So prosperity of agriculture കൂടുതലുള്ളതുകൊണ്ട് ബാക്കിയുള്ള രാജ്യങ്ങളൊക്കെ തന്നിലേക്ക് ആകർഷിക്കാൻ കാരണമായി. ഇതൊക്കെയാണ് മഗധ വാസ് സൂപ്പർ കിങ്ഡം എന്നുള്ള ഒരു പദവിയിലേക്ക് മഗധ എത്താനുള്ള കാരണം ചോദിച്ചാൽ നമുക്ക് പറയാൻ പറ്റാം. മനസ്സിലായോ?